കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതുപോലുള്ള LED ലൈറ്റുകൾ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ഒക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരുപാട് ലൈറ്റുകൾ മാർക്കറ്റിലുണ്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വെൽബോണിൻ്റെ SL500 എന്ന് പറഞ്ഞ സ്റ്റിക്ക് ലൈറ്റാണ്. നമുക്കറിയാം, നമ്മൾ വെഡ്ഡിങ് ആണെങ്കിലും അതല്ലെങ്കിൽ പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫിയും പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇഷ്ടംപോലെ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് സ്റ്റിക്ക് ലൈറ്റുകൾ. ഇതുപോലുള്ള ലൈറ്റുകളാണ് നമ്മൾ സ്റ്റിക്ക് ലൈറ്റ് എന്ന് പറയുന്നത്. ഇത് വരുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയുള്ള ഒരു ബോക്സിലാണ്. ഇതിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നോർമലി ഇതുപോലെ സ്റ്റിക്ക് ലൈറ്റിനുള്ള പോലെ തന്നെ 2 ബാൻഡോറൊക്കെ വന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ലൈറ്റൊക്കെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ചാർജിങ് വരുന്നത് 30 വാട്ട്സ് USB-C ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് ചാർജിങ് കിട്ടും ചെയ്യും. പെട്ടെന്ന് തന്നെ നമുക്ക് ചാർജിങ് ഫില്ല് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളെ പവർ ബാങ്ക് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ കൂടെ പറ്റുന്നുള്ളതിൻ്റെ ഗുണമാണ്. ബോഡിയിൽ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നോർമലി സ്റ്റിക്ക് ലൈറ്റ് വരുന്നത് പോലെയാണ് വരുന്നതെങ്കിലും ഇതിൻ്റെ ഗ്രിപ്പ് കുറച്ചും കൂടെ ഒരു റബ്ബറൈസറായിട്ടുള്ള സാധനമൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഗ്രിപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം പിടിച്ച് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഗ്രിപ്പ് കയ്യിൽ നിന്ന് ലൂസായി പോണ ഫീലിംഗ് വരില്ല. മാത്രമല്ല ഇതിൻ്റെ താഴെ ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് കയ്യിലിട്ടിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരെങ്കിലും പോകണമെങ്കിൽ തട്ടി വിടാതെ നമുക്കത് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് അറ്റാച്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അറ്റാച്ച്മെൻറ്റ് ഊരി മാറ്റിയിട്ട് നോർമലി നമ്മൾ മറ്റ് സ്റ്റിക്കുകളൊക്കെ വെക്കുന്ന പോലെ ട്രൈപോഡിൻ്റെ മുകളിലൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് താഴെയും മേലെയും 1/4 ഇഞ്ച് സ്ക്രൂയും വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു എക്സ്ട്രാ ഒരു ഇൻ്റലിജൻറ്റ് സാധനമാണ് എക്സ്ട്രാ ആയിട്ട് ഇതിന് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു അടിപൊളി ഒരു സംഭവമാണെന്ന് തന്നെ പറയാം. പിന്നെ നമ്മൾ ഇതിൻ്റെ പവർക്ക് വരികയാണെങ്കിൽ 60 വാട്ട്സാണ് ഇതിൻ്റെ പവർ. 60 വാട്ട്സ്, അതായത് ഫുൾ പവറിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ 1 മീറ്ററിന് ദൂരം നോക്കുകയാണെങ്കിൽ ഏകദേശം 8000 ലക്സ് ആണ് ഇതിൻ്റെ പവർ വരുന്നത്. 60 വാട്ട്സ് പവറിന് ഔട്ട്പുട്ട് വരുന്നത്. പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ പവർ ബട്ടൺ വരുന്നുണ്ട്. പവർ ബട്ടൺ നമ്മൾ ഓൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെയാണ് നമുക്കൊരു ഡിസ്പ്ലേ യൂണിറ്റ് വരുന്നത്. ഇവിടെ നമുക്കൊരു ചെറിയ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഡിസ്പ്ലേയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. മിഡിലുള്ള ബട്ടൺ ഉപയോഗിച്ചിട്ട് പവർ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓഫാക്കാനും ഓണാക്കാനും പറ്റും. പിന്നെ നമ്മൾ ഡിമ്മ്, FX, HSI എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബട്ടണുകളും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡിമ്മിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന CCT മോഡ്, അതായത് വാമും കൂളും ആക്കാൻ പറ്റിയ മോഡാണ് നമ്മൾ ഇതിൽ വരുന്നത്. ഇതിപ്പോൾ വെറും 7% പവറിലാണ് നിൽക്കുന്നത്. ഇത് നമുക്കാണെങ്കിൽ 100% കൊടുന്നു കഴിഞ്ഞാൽ വേണ്ട, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ലൈറ്റാണ്. 100% കൊടുന്നു കഴിഞ്ഞാൽ 60 വാട്ട്സ് എന്ന് പറഞ്ഞ ലൈറ്റ്. ഇപ്പോൾ 5 വാട്ട്സ് 5% പവറിലാണ് ഞാൻ ഇപ്പോൾ ഇട്ട് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്കതിൻ്റെ ഡിമ്മ് മാറ്റണമെങ്കിൽ, നമുക്ക് കെൽവിനൊക്കെ മാറ്റണമെങ്കിൽ നമുക്കിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കെൽവിൻ നമുക്ക് കൂട്ടിയിട്ട് നമുക്ക് 8500 വരെ കെൽവിനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ബ്ലൂ ലൈറ്റ് എഫക്റ്റ് നമുക്ക് കിട്ടും. അത് നമുക്ക് കുറച്ചിട്ട് 2500 വരെ കുറച്ചിട്ട് വാം ലൈറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ വേറെ പ്രത്യേകതയാണ്. അപ്പോൾ 2500 വരിക എന്ന് പറഞ്ഞാൽ ശരിക്കും ചിലതിന് 2800, 2700, 3000 ഒക്കെ വരുന്നത് ശരിക്കും വാമായിട്ട് ലൈറ്റ് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അത് 5%-ലാണ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ താഴെ നമ്മൾ പോയി കഴിഞ്ഞാൽ താഴെ ബട്ടണിൽ HSI അമർത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇതുപോലെ തന്നെ നമുക്ക് മറ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നോർമലി വരുന്ന പോലെ തന്നെ നമുക്ക് കളറും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൽ നമുക്ക് കളർ ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടം പോലെ മാറ്റാനൊക്കെ പറ്റും. അതിൻ്റെ ഹ്യൂ സാച്ചുറേഷനിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ പ്രാവശ്യം പ്രസ് ചെയ്താൽ ഹ്യൂയിലേക്ക് പോകാൻ പറ്റും. അതിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള കളറുകൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള കളറുകൾക്ക് ഈസി ആയിട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് പല സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ കളർ ചെയ്യാനോ അതല്ലെങ്കിൽ കളർ എഫക്റ്റൊക്കെ ഫേസിലേക്ക് കൊടുക്കാനൊക്കെ കളറുകൾ ആവശ്യമുണ്ടാവും. അതിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സാച്ചുറേഷൻ നമുക്ക് അടുത്ത ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. അങ്ങനെയാണ് വരുന്നത്. പിന്നെ FX മോഡിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് ടൈപ്പ് ഓഫ് എഫക്ട്സുകളുണ്ട്. ഇതിപ്പോൾ 18% ആണ്. ഒരു ഇടിമിന്നലിൻ്റെ എഫക്റ്റ് 18% കൊടുത്തിരിക്കുകയാണ്. അത് നമ്മൾ 100%-ലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ആ ഇടിമിന്നലിൻ്റെ എഫക്റ്റ് നമുക്കൊരു ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്യുമ്പോഴും കാര്യത്തിനൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ വീണ്ടും നമുക്ക് FX മോഡിൽ വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ FX മോഡ് വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പല ടൈപ്പിലുള്ള, അതായത് 19 ടൈപ്പ് ഓഫ് എഫക്ട്സുകൾ ഇതിലുണ്ട്. ഈവൻ മ്യൂസിക് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിൻ്റെ സാധനങ്ങൾ കിട്ടും. TV-യുടെ എഫക്റ്റ് കിട്ടുന്നുണ്ട്. കാൻഡിൽ ലൈറ്റിൻ്റെ എഫക്റ്റ് കിട്ടും. അങ്ങനെ ഒരുപാട് എഫക്റ്റുകൾ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലൈറ്റും കൂടിയാണ് ഈ SL500 എന്ന് പറയുന്ന ഈ വെൽബോൺ കമ്പനിയുടെ ഈ ലൈറ്റ് വരുന്നത്. ഏകദേശം 8000-8500 രൂപയാണ് ശരിക്കും ഇതിന് പ്രൈസ് വരുന്നുള്ളൂ. മാത്രമല്ല ഞങ്ങളിത് ഓൺ ചെയ്തിട്ട് വന്ന ഉടനെ നമ്മളൊരു 10 ദിവസമായി വന്ന ഉടനെ കുറേ ഫുൾ ചാർജിലിട്ടിട്ട് ഓൺ ചെയ്ത് വെച്ചപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ ഫുൾ പവറിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയും അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ള രീതി തന്നെയാണ് ഇതിൻ്റെ ബാറ്ററിയും വരുന്നത്. ഇനി മാത്രമല്ല നമുക്ക് ആപ്പുമായിട്ടൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വെൽബോണിൻ്റെ ആപ്പ് നിങ്ങൾ ഫോണിലോ നിങ്ങൾ ഐഫോണിലോ അതല്ലെങ്കിൽ ആൻഡ്രോയിഡിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ വെൽബോൺ ആപ്പ് എടുക്കുക. വെൽബോണിൻ്റെ ആപ്പുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് ആപ്പിൽ കണക്റ്റ് ആവുന്നത് കേട്ടോ. ഇപ്പോൾ ശരിക്കും ഇത് നിൽക്കുന്നത്
വാം ലൈറ്റിംഗ് കണ്ടീഷനിലാണ് വാം. അതിൽ നിന്ന് ഞാൻ മാറ്റി കൂളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ കൂളിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. അപ്പോൾ 8500 6600 നമുക്ക് പെട്ടെന്ന് പ്രീ സെറ്റ് ചെയ്ത കുറച്ച് സാധനങ്ങളുണ്ട്, അതിലേക്ക് പോകാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് കളർ ടെമ്പറേച്ചർ ഗാജുവലായിട്ട് ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിങ്ങനെ മാറ്റാനും കൂടെ ഈ ആപ്പ് ഉണ്ടെങ്കിൽ പറ്റും. അതിൽ തന്നെ നമുക്ക് പവർ ഓഫ് ചെയ്യാം, പവർ ഓൺ ചെയ്യാനുള്ള ഫംഗ്ഷനും പെട്ടെന്ന് തന്നെ വരുന്നത്. ആപ്പ് വളരെ കറക്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഈ HSI മോഡിലേക്ക്, കളർ മോഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയുള്ള മോഡ് വരുന്നുണ്ട്. പവർ, ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറക്കാനും വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ബ്ലൂ കളറിൽ കിടക്കുകയാണ്, അതിന് സാച്ചുറേഷൻ കൂട്ടാനും കുറക്കാനും നമുക്ക് ഇവിടെ പറ്റും. സാച്ചുറേഷൻ കുറച്ച് കഴിഞ്ഞാൽ സാച്ചുറേഷൻ കുറയും. ആവശ്യത്തിന് 100% സാച്ചുറേഷനാണ് ഇപ്പോൾ ആക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ട് വെറുതെ ഈ കളറിൻ്റെ റിങ് എടുത്തിട്ട് നമ്മളിങ്ങനെ കറക്കി കൊടുത്താൽ മതി. ഏത് കളറാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ആപ്പ് ഉപയോഗിച്ചിട്ട് മാറ്റാൻ പറ്റും. പിന്നെ എഫക്റ്റ് മോഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് എഫക്റ്റുകളുണ്ട്. ആ എഫക്റ്റുകളൊക്കെ നമുക്ക് ഫ്ലാഷിൻ്റെ എഫക്റ്റ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 2 സൈഡിലായിട്ടാണ് മേ ബി എഫക്റ്റുകൾ വരട്ടെ. ഫ്ലാഷിൻ്റെ എഫക്റ്റ്, അതുപോലെ പാർട്ടി എഫക്റ്റ് ആണെങ്കിൽ സൈഡ് മാറിയിട്ട് അവിടെ പാർട്ടിയുടെ എഫക്റ്റ് കിട്ടും. അതിനെ ഫാസ്റ്റ് ആക്കാം, കണ്ടോ, ഫാസ്റ്റിലാക്കാം, അത് സ്ലോയിലാക്കാൻ പറ്റും. അതിനൊക്കെയുള്ള ഓപ്ഷൻ. ഇപ്പോൾ മീഡിയത്തിലാക്കാം, കാൻഡിൽ ലൈറ്റിൻ്റെ എഫക്റ്റിലേക്ക് കൊണ്ടുവരാം. അതുപോലെ TV, ബ്രോക്കൺ ബൾബ്, ഫയർ വർക്ക്സ്, കണ്ടോ, ഈ സാധനങ്ങളൊക്കെ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. പോലീസ് കാർ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഫയർ ട്രക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ SOS, ബ്ലൂ, ഗ്രീൻ ഫ്ലാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പിലുള്ള ലൈറ്റാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഒരു പാർട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലൊരു പാർട്ടി അല്ലെങ്കിൽ ഓഫീസിലെ പാർട്ടിക്ക് അറേഞ്ച് ചെയ്തെങ്കിലും എക്സ്പെൻസീവ് ലൈറ്റൊക്കെ പോകേണ്ട കാര്യമില്ല. ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് പാർട്ടിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫാസ്റ്റ് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ആപ്പ് ഉപയോഗിച്ചിട്ടും നന്നായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ലൈറ്റും കൂടിയാണ് ഈ SL500R എന്ന് പറയുന്ന വെൽബോണിൻ്റെ ഈ ഒരു ഇത്. ശരിക്കും റെക്കമെൻഡബിൾ ആയിട്ടുള്ള ഒരു ലൈറ്റാണ്. കാരണം കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ട്, ബോഡിയൊക്കെ കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ട്, നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബാറ്ററി പാക്കപ്പും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നന്നായിട്ട് ബാറ്ററി പാക്കപ്പ് ഉണ്ട്. അത് ഫുൾ പവറിലാണ് ഞാൻ പറഞ്ഞു കേട്ടോ. നമ്മൾ മേ ബി ഒരു 25-30%, 50% ഒക്കെ മാക്സിമം ലൈറ്റ് യൂസ് ചെയ്യാറുള്ളെങ്കിൽ 2-3 മണിക്കൂറൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ ലൈറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് ഫോട്ടോഗ്രാഫി പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കൊച്ചിയിലും കോഴിക്കോടും ഐഷൂട്ട് ഫോട്ടോഗ്രാഫിയുടെ 3 മാസത്തെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി കോഴ്സ് നടക്കുന്നുണ്ട്. താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ഏപ്രിൽ 22-ാം തീയതിയാണ് നമ്മൾ തായ്ലൻഡ് ഫോട്ടോഗ്രാഫി ട്രിപ്പ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ച് സീറ്റൊക്കെ ബുക്ക് ചെയ്ത് വെക്കാം. അതല്ലെങ്കിൽ നമ്മൾ ട്രിപ്പ് പോകുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അംഗമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് അടുത്ത ട്രിപ്പുകളിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ താങ്ക് യു സോ മച്ച്, ലവ് യു ആൾ.